കഴുത്തുവേദനയും കഴുത്തുവേദനയോടനുബന്ധിച്ച് കൈകളിലേക്ക് പടരുന്ന തരിപ്പ്, വേദന പോലെയുള്ള സിംറ്റംസ്, അതായത് കൂടുതൽ നേരം ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നവർ, കൂടുതൽ മൊബൈലിലേക്ക് നോക്കിയിരിക്കുന്നവർ, അങ്ങനെയുള്ള ആൾക്കാരിലാണ് സെർവിക്കൽ സ്പോണ്ടിലോസിസ് പോലെയുള്ള അസുഖം കൂടുതലായി കണ്ടുവരുന്നത്. ആദ്യം അതൊരു വേദന മാത്രമായിരിക്കും, പിന്നീട് അത് തരിപ്പ്, പിന്നെ പിൻസ് ആൻഡ് നീഡിൽ സെൻസേഷൻ പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. നമ്മൾ സാധാരണ OPDകളിൽ കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വേദനയാണ് കഴുത്തുവേദനയും കഴുത്തുവേദനയോടനുബന്ധിച്ച് കൈകളിലേക്ക് പടരുന്ന തരിപ്പ്, വേദന പോലെയുള്ള സിംറ്റംസ്. അപ്പോൾ അതിനെയാണ് നമ്മൾ പൊതുവേ സെർവിക്കൽ സ്പോണ്ടിലോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഡോക്ടർ രാകേഷ് അയ്യർ, പെയിൻ സ്പെഷ്യലിസ്റ്റാണ്, രാജഗിരി ഹോസ്പിറ്റൽ, ആലുവ. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഈ ഒരു അസുഖം, സെർവിക്കൽ സ്പോണ്ടിലോസിസ് എന്ന് പറയുന്ന അസുഖം, തുടക്കത്തിൽ കഴുത്തുവേദനയായി കണ്ടുവരികയും പിന്നീട് ആ വേദന പ്രോഗ്രസ് ചെയ്യുന്നതിനനുബന്ധിച്ച്, അതായത് മുന്നോട്ട് പോകുന്നതിനോടനുബന്ധിച്ച് അത് കൈകളിലേക്ക് പടരുന്നതായിട്ടും കാണപ്പെടുന്നുണ്ട്. ആദ്യം അതൊരു വേദന മാത്രമായിരിക്കും, പിന്നീട് അത് തരിപ്പ്, പിന്നെ പിൻസ് ആൻഡ് നീഡിൽ സെൻസേഷൻ പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കഴുത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ മസിൽസും അതുപോലെ തന്നെ മാംസപേശികളും അതുപോലെയുള്ള ബാക്കിയുള്ള ഭാഗങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ അതിന് മുഴുവനായിട്ട് സ്ട്രെങ്ത് കൊടുക്കുന്നത്, ശക്തി കൊടുക്കുന്നത് കശേരുക്കളാണ്. 7 കശേരുക്കളുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നിലൂടെയാണ് നമ്മുടെ നെർവ്സ്, 2 കശേരുക്കളുടെ ഇടയിലൂടെയാണ് നെർവുകൾ നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്. അങ്ങനെ നമ്മൾ പൊതുവെ എടുത്ത് നോക്കുകയാണെങ്കിൽ C1 മുതൽ C8 വരെയുള്ള നെർവ്സാണ് ഈ പറയുന്ന 2 കശേരുക്കളുടെ ഇടയിലൂടെ കയ്യിലേക്ക് വരുന്നത്. അപ്പോൾ സെർവിക്കൽ സ്പോണ്ടിലോസിസ് ബാധിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ദിനചര്യകളനുസരിച്ചിട്ട്, അതായത് കൂടുതൽ നേരം ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നവർ, കൂടുതൽ മൊബൈലിലേക്ക് നോക്കിയിരിക്കുന്നവർ, അങ്ങനെയുള്ള ആൾക്കാരിലാണ് സെർവിക്കൽ സ്പോണ്ടിലോസിസ് പോലെയുള്ള അസുഖം കൂടുതലായി കണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ ഈ 7 കശേരുക്കളും അതിനിടയിലുള്ള ജോയിൻറ്റുകളും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഏറ്റവും മുകളിലുള്ള ജോയിൻ്റ് ആയിട്ടുള്ള C1, C2 എന്നുള്ള 2 ജോയിൻറ്റുകളുടെ ഇടയിലാണ് കൂടുതൽ നമ്മുടെ മൂവ്മെൻറ്റ് കണ്ടുവരുന്നത്. അതുപോലെ തന്നെയുള്ള ഏറ്റവും അടിയിലുള്ള C5, C6, C7 എന്ന് പറയുന്ന ജോയിൻറ്റുകളുടെ ഇടയിലും നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് കണ്ടുവരുന്നുണ്ട്. അങ്ങനെ മൂവ്മെൻറ്റ് സംഭവിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ വെയിറ്റ് ബിയറിംഗ് ആവുന്ന ഈ ജോയിൻറ്റുകളാണ് സെർവിക്കൽ സ്പോണ്ടിലോസിസിലേക്ക് ആദ്യമായി കടന്നു വരിക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഇടയിലൂടെ കടന്നു വരുന്ന നെർവുകളും ആദ്യം ഇത് ബാധിക്കപ്പെടാനുള്ള കാരണമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ C5 നെർവ്, C6 നെർവ്, C7 നെർവ് എന്നിവയ്ക്ക് C7 നെർവ്, C8 നെർവ്, ഇതൊക്കെയാണ് നമ്മുടെ സെർവിക്കൽ സ്പോണ്ടിലോസിസിൻ്റെ ഭാഗമായിട്ട് ആദ്യമായി ഈ കംപ്രഷന് വിധേയമാകുക. അപ്പോൾ ഒരു നെർവ് കംപ്രസ് ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അത് നെർവ് കംപ്രസ് ആവുക അല്ലെങ്കിൽ 2 കശേരുക്കളുടെ ഇടയിൽ ഒതുങ്ങിപ്പോവുക എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുമ്പോൾ അതിനോടൊപ്പം തന്നെ അതിനുള്ള ബ്ലഡ് സപ്ലൈ കുറയുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ബ്ലഡ് സപ്ലൈ കുറയുന്നതോടൊപ്പം തന്നെ ഇൻഫ്ലമേഷൻ പോലെയുള്ള സംഗതികൾ അതിൻ്റെ ഒപ്പം കൂടെ ചേരുകയും അത് പിന്നീട് ആ കംപ്രഷൻ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടിനേക്കാൾ കൂടുതൽ ഉള്ള പ്രശ്നങ്ങൾ ഈ പറയുന്ന ബ്ലഡ് സപ്ലൈ കുറയുന്നത് മൂലവും ഇൻഫ്ലമേഷൻ മൂലവും ഉണ്ടാവുകയും അത് ഒരു ന്യൂറൽ റീസണായി മാറിയിട്ട്, അതായത് ആ ഞരമ്പിൻ്റെ ഒരു റീസണായി മാറിയിട്ട് ആ ഞരമ്പ് സപ്ലൈ ചെയ്യുന്ന കൈകളിലെ ഭാഗങ്ങളിലേക്ക് ഈ തരിപ്പും വേദനയൊക്കെ കാണുന്ന ഒരവസ്ഥയാണ് ഈ സെർവിക്കൽ സ്പോണ്ടിലോസിസ് എന്ന് പറയുന്നത്. അത് സെർവിക്കൽ സ്പോണ്ടിലോസിസ് 2 തരത്തിൽ വരാം. വളരെ യങ് ആയിട്ടുള്ള ആൾക്കാരിൽ ഈ പറയുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിലും അതുപോലെ തന്നെ യൂഷ്വലായിട്ടുള്ള മൊബൈൽ അധികം യൂട്ടിലൈസ് ചെയ്യുന്ന ജോബ് വേണ്ടി വരുന്ന ആൾക്കാരിലൊക്കെ വളരെ യങ് ഏജിൽ തന്നെ കാണുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി പ്രായമായിട്ടുള്ള ആൾക്കാരിൽ ഒരു 50-60 വർഷങ്ങൾ കഴിയുമ്പോൾ എല്ലിന് തേയ്മാനം സംഭവിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് സെർവിക്കൽ സ്പോണ്ടിലോസിസിലേക്ക് പോകുന്ന ഒരവസ്ഥയും നമ്മൾ കണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു ഭാരമായിട്ടുള്ള ഒരു വെയിറ്റ് എടുത്ത് പൊക്കുന്ന ഒരാൾക്ക് പെട്ടെന്നും ഒരു ഡിസ്ക് പ്രൊലാപ്സ് സംഭവിച്ചുകൊണ്ട് ഈ നെർവ് കംപ്രഷനും അത് വഴിയുള്ള ബ്ലഡ് സപ്ലൈ കുറവും ഇൻഫ്ലമേഷനും കണ്ടുവരുന്നുണ്ട്. എന്ത് തന്നെയായാലും കുറച്ചും കൂടി ബാക്കിയുള്ള, അതായത് നമ്മുടെ ലംബർ ഏരിയയിൽ, അതായത് നമ്മുടെ ബാക്ക് പെയിൻ, ലോവർ ബാക്ക് ഏരിയയിൽ കാണപ്പെടുന്ന നെർവ് കംപ്രഷനേക്കാൾ കൂടുതൽ വളരെ അക്യൂട്ടായിട്ട് വളരെ അസഹനീയമായ വേദനയായിട്ടും കൈയിലേക്കുള്ള തരിപ്പായിട്ടും അതുമൂലം ഒരു ബയോസൈക്കോസോഷ്യൽ മോഡൽ എന്നൊക്കെ പറയും, അതായത് നമ്മുടെ മൂഡിനെ എഫക്റ്റ് ചെയ്യുന്നു, സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഈ സെർവിക്കൽ സ്പോണ്ടിലോസിസ് മാറിപ്പോവാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് ലോവർ ബാക്ക് എന്ന രീതിയിൽ ഈ കംപ്രഷൻ വരുമ്പോൾ ആൾക്കാർ കുറച്ചും കൂടി സമയം കൊടുക്കാറുണ്ട്. കാരണം
കുറച്ചുകൂടി കുറഞ്ഞ വേദനയാണ് കാണപ്പെടുന്നത്. പക്ഷേ സെർവിക്കൽ സ്പോണ്ടിലോസിസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏരിയയും കുറച്ച് ബുദ്ധിമുട്ടാണ്. മീൻസ് കുറച്ചുകൂടി ശക്തമായ വേദന, നമ്മുടെ കൈകൾ വലത് കൈയിലേക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ ഒരു ദൈനംദിന കാര്യങ്ങൾ പോലും ബുദ്ധിമുട്ടിലാകുന്ന രീതിയിലുള്ള രീതിയിലേക്ക് പോകുന്നു. അപ്പോൾ കൂടുതലായിട്ടും ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ 2-3 ദിവസം ആ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ശ്രമിക്കും ഏതെങ്കിലും ഒരു ഡോക്ടറിൻ്റെ അടുത്ത്. പിന്നെ അത് മാറിയില്ലെങ്കിൽ പിന്നീട് മറ്റൊരു ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ ഒരു മാസത്തിൻ്റെ സമയം കൊണ്ടോ അല്ലെങ്കിൽ ഒരു 15 ദിവസത്തിൻ്റെ സമയം കൊണ്ടോ ഒരു 4-5 ഡോക്ടർമാരെ കണ്ടു തീർക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അതിനോടിടയ്ക്ക് ആരെങ്കിലും ഒരു സർജറി അഡ്വൈസ് ചെയ്യുകയാണെങ്കിൽ കണ്ണും പൂട്ടി ആ സർജറിക്കും തയ്യാറാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. കാരണം അവരെ കുറ്റം പറയാനൊന്നും പറ്റില്ല. അത് അത്രയും അസഹനീയമായ വേദനയും തരിപ്പും അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ ഒരു ഫങ്ഷണൽ എബിലിറ്റി തന്നെ കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിലുള്ള സിറ്റുവേഷനാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആരായാലും അത് സർജറിക്കായാലും വില്ലിങ് ആയി പോകും. അപ്പോൾ നമുക്കവിടെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അൺലെസ്, അതായത് സെർവിക്കൽ ഡിസ്കിൻ്റെ കംപ്രഷൻ ഒരു പ്രത്യേക ലെവലിൽ നിന്ന് മാറി കൈകളിലേക്ക് ഒരു വീക്ക്നെസ്, അതായത് മസിൽസിൻ്റെ ഒക്കെ ഒരു മാംസപേശികളുടെ ഒരു വീക്ക്നെസ് ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു 2-3 ദിവസം കൊണ്ട് സിവിയറായിട്ട് മസിൽ വീക്ക്നെസ് ഒന്നും പ്രോഗ്രസ് ചെയ്യാത്ത സിറ്റുവേഷനുകളിൽ, ഇനി ട്യൂമറിൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങളായിട്ടുള്ള വെയിറ്റ് ലോസ്, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹത്തിൻ്റെ കുറവ്, അങ്ങനെയുള്ള കാര്യങ്ങളില്ല, അതുപോലെ തന്നെ ഫീവറില്ല, വേറൊരു സ്ഥലത്തൊരു ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളില്ല, അങ്ങനത്തെ പിന്നെ ഒരു ആക്സിഡൻറ്റിൻ്റെ ലക്ഷണങ്ങളില്ല, അവിടെ ലോക്കലായിട്ടുള്ള ഏരിയയിൽ ചുവപ്പ് കളറോ സ്വെല്ലിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, അങ്ങനത്തെ ഉള്ളൊരു അവസ്ഥയാണെങ്കിൽ നമുക്ക് ആ പേഷ്യൻറ്റിന് നമുക്ക് വേദനയുണ്ടെങ്കിലും നമുക്ക് കുറച്ചൊക്കെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടെയുള്ളൊരു ഒരു ചെറിയൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലായിട്ട് നമ്മുടെ വേദന സംഹാരികളൊന്നും അവിടെ ഫലവത്താവാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം നമ്മുടെ വേദനയെ തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിലുള്ള നമ്മുടെ നെർവ്സ് ഉണ്ടല്ലോ, അതിൽ തന്നെയാണ് കംപ്രഷൻ സംഭവിച്ചിട്ട് ഒരു ഇൻഫ്ലമേഷൻ സംഭവിച്ച് ഒരു വേദന ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ നെർവിൻ്റെ ആക്ഷൻ, അതായത് ആ ഞരമ്പിൻ്റെ ആക്ഷൻ സ്ലോ ചെയ്യുന്ന രീതിക്കുള്ള മെഡിക്കേഷൻസ് നമുക്ക് തുടങ്ങേണ്ടതായിട്ടുണ്ട്. ആ തുടങ്ങുന്നതോടൊപ്പം തന്നെ അങ്ങനെയുള്ള എല്ലാ മെഡിക്കേഷനുകളും അതിൻ്റെ എഫക്റ്റ് വരാൻ വേണ്ടി 2-3 ആഴ്ച സമയമെടുക്കും. അപ്പോൾ നമുക്ക് ആ മെഡിസിൻസ് നമുക്ക് മെല്ലെ തുടങ്ങാം. പിന്നെ ഒരു സോഫ്റ്റ് കോളർ പോലെയുള്ള നമുക്ക് കഴുത്തിന് ചുറ്റും കെട്ടാവുന്ന കോളേഴ്സ് ഉപയോഗിക്കാം. കുറച്ചൊക്കെ റെസ്റ്റ് എടുക്കാം. വാം കംപ്രഷൻ, ടെൻസ് തെറാപ്പി പോലുള്ള ഫിസിയോതെറാപ്പി പോലെയുള്ള കാര്യങ്ങൾ ഈ ഫാർമക്കോതെറാപ്പിയോടൊപ്പം കണ്ടിന്യൂ എന്നതോടെ കൂടിയിട്ട് നമുക്ക് ഒരു 75% പേരിൽ ഈ പുറമേക്ക് വന്നിട്ടുള്ള ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തമായ കശേരിക്കുള്ളിൻ്റെ ഇടയിൽ നിന്ന് മൊത്തമായ ഡിസ്ക് പുറത്തേക്ക് ചാടി നെർവിനെ കംപ്രസ് ചെയ്യുന്നു എന്നുള്ള അവസ്ഥയല്ല അത്. ആ ഡിസ്കിനുള്ളിലുള്ള ഒരു മെറ്റീരിയൽ പുറത്തേക്ക് വന്നു നെർവിനെ കംപ്രസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അത് നമ്മുടെ ബോഡി മെക്കാനിസം അതിനോട് അഡ്ജസ്റ്റ് ചെയ്യപ്പെട്ട് ഒരു പനിയൊക്കെ സ്വയം മാറ്റുന്നത് പോലെ ഇതും മാറ്റാനുള്ള ശേഷിയുണ്ട് ശരീരത്തിന്. അതിനുവേണ്ടി നമുക്ക് ഈ മരുന്നെല്ലാം കഴിച്ച് നമുക്ക് ഒരു 2-3 ആഴ്ച വെയിറ്റ് ചെയ്യാം. ഇനി 2-3 ആഴ്ച വെയിറ്റ് ചെയ്തിട്ടും അതിനൊപ്പം നമുക്ക് വേദനയുടെ സംഹാരികളൊക്കെ ചെയ്തിട്ട് ആ രോഗികളൊരു മാറ്റം വന്നിട്ടില്ലെങ്കിൽ നമുക്ക് സെർവിക്കൽ എപ്പിഡ്യൂറൽ പോലെയുള്ള മാർഗ്ഗങ്ങളുണ്ട്. അതായത് നമുക്കൊരു മിനിമൽ ഇൻവേസീവ്ലി നമുക്കൊരു ചെറിയൊരു OT സെറ്റപ്പിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് ആ ടാർഗറ്റഡ് ആയിട്ട് എവിടെയാണോ ആ നെർവ് കംപ്രഷൻ വന്നിരിക്കുന്നത് അവിടേക്ക് ടാർഗറ്റഡ് ആയിട്ട് സ്റ്റിറോയിഡ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻഫ്ലമേഷനൊക്കെ വളരെയധികം കുറവ് വരികയും രോഗി പെട്ടെന്ന് പൂർണ്ണ അവസ്ഥയിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകളുണ്ട്. ഈ പറഞ്ഞതുപോലെ അർജൻറ്റായ ഒരു ന്യൂറോ സർജിക്കൽ അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ ഇൻ്റർവെൻഷൻ വേണ്ട സാഹചര്യങ്ങൾ ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ കൺസർവേറ്റീവായിട്ട് നമ്മൾ മരുന്നുകൾ കൊണ്ടൊന്നും മാറാത്ത പേഷ്യൻസിലാണ്, ഇത് രണ്ടും വേണ്ടാത്ത രോഗികളിലാണ് നമ്മൾ കൂടുതലായിട്ടും ഈ നമ്മുടെ പെയിൻ മെഡിസിൻ്റെ ഇൻ്റർവെൻഷണൽ പ്രൊസീജിയേഴ്സ് എക്സ്റേ ഗൈഡൻസിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അത് വേണ്ടി വരുന്നത് ഒരു 10-20% രോഗികൾക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനൊരു ബുദ്ധിമുട്ട് വന്ന് ഒരു ഡിസ്ക് പ്രൊലാപ്സ് വന്നു കഴിഞ്ഞാൽ നമ്മളത് ശക്തമായ വേദനയുണ്ടെങ്കിലും ഒരു പെയിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്കൊരു ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു തെറാപ്പി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എന്തായാലും ഒരു ലോങ് ടേം പ്രോസസ്സായിട്ട്, ലോങ് ടേം പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ദീർഘമായിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയായിരിക്കും. കാരണം ആ മെഡിസിൻ്റെ ആക്ഷന് വേണ്ടിയുള്ള സമയം, അതിൻ്റെ കാഠിന്യം കുറയ്ക്കാനുള്ള സമയം എന്ന് പറയുന്ന അവസ്ഥ, അതായത് നമ്മുടെ A എന്ന് പറയുന്ന രോഗാവസ്ഥ നോർമൽ അവസ്ഥയിൽ നിന്ന് B എന്ന് പറയുന്ന രോഗാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് Aയിലേക്ക് എത്തുന്ന ബുദ്ധിമുട്ടായിരിക്കും. സിയിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗത്തോട് ഏറ്റവും പരമാവധി അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ട്
നമ്മുടെ ഫിസിയോതെറാപ്പിയും നമ്മുടെ നോർമൽ ലൈഫും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന സി എന്നൊരവസ്ഥയിലേക്ക് എത്തുക. ആ സി എന്നുള്ള അവസ്ഥയിൽ കണ്ടിന്യൂ ചെയ്യുക, ഫിസിയോതെറാപ്പി ചെയ്യുക. പതുക്കെ പതുക്കെ നമ്മുടെ ബോഡി അതിനോട് ഇമ്പ്രൂവ് ചെയ്യുകയും കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെ ചിലപ്പോൾ ഒരു എ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് തിരിച്ചെത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ സെർവിക്കൽ സ്പോണ്ടിലോസിസ് പോലെയുള്ളൊരു അസുഖം, അതായത് ശക്തമായ കഴുത്തുവേദന, കയ്യിലോട്ടുള്ള തരിപ്പ്, ഒരു മാരകമായിട്ടുള്ള ഒരു രോഗം പിടിപെട്ടു, ഉടനടി സർജറി വേണം എന്നുള്ള തീരുമാനങ്ങളിലേക്ക് എത്തേണ്ട കാര്യമില്ല. സർജറി ആവശ്യമുള്ള സിറ്റുവേഷൻസും ഉണ്ട്. ശക്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു ട്യൂമർ പോലുള്ള അവസ്ഥ, അതുപോലെ തന്നെ കയ്യിലേക്കുള്ള മസിൽസിലൊക്കെ മാംസപേശികളിലൊക്കെ നല്ല രീതിയിലുള്ള വീക്ക്നെസ് വരുന്ന അവസ്ഥ, അങ്ങനത്തെ അവസ്ഥയിലൊക്കെ നമുക്ക് സർജറി വേണ്ടി വരും. പക്ഷേ ഈ പറഞ്ഞതുപോലെ കുറേ ഇഷ്യൂസിൽ നമുക്ക് മരുന്നുകൾ മാത്രം വെച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ചില സമയത്ത് നമ്മുടെ പെയിൻ ഇൻ്റർവെൻഷൻസിലൂടെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കുറേയൊക്കെ ഫിസിയോതെറാപ്പി, കുറേയൊക്കെ നമ്മുടെ ജീവചര്യയിലുള്ള മാറ്റങ്ങൾ, അതുകൊണ്ടൊക്കെ ഒരുപാട് നമുക്ക് മാറ്റം വരുത്തുവാൻ ശ്രമിക്കും. ഈ സെർവിക്കൽ സ്പോണ്ടിലോസിസ് വരാതിരിക്കാനുള്ള ഒരു മാർഗ്ഗങ്ങൾ എന്ന രീതിയിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, കൂടുതൽ സൈസുള്ള പില്ലോസ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ സൈസ് കുറഞ്ഞ പില്ലുകൾ ഉപയോഗിക്കുന്നതിലൂടെ കുറേയൊക്കെ മാറ്റം വരുത്തുവാൻ വേണ്ടി സാധിക്കും. പിന്നീട് ഈ കമ്പ്യൂട്ടർ അധികം നേരം ഉപയോഗിക്കുന്ന, തല കുനിച്ചിരുന്ന് ഒരുപാട് നേരം ജോലി ചെയ്യേണ്ടി വരുന്ന ആൾക്കാർ, കുറേ നേരം കുനിഞ്ഞിരുന്ന് മൊബൈൽ ഉപയോഗിക്കേണ്ടി വരുന്ന ആൾക്കാർ, അങ്ങനെയുള്ളൊരു ജോലിയുടെ ഭാഗമായിട്ട് അത് കണ്ടിന്യൂ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. എന്നാലും അതിൻ്റെ ഇടയിലൊക്കെ ഒരു ബ്രേക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇനി വേദന ചെറുതായിട്ട് വന്നു തുടങ്ങുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു മെയിൻ ഇതിൻ്റെ ഉള്ളിലെ പ്രശ്നമുണ്ടാക്കുന്നത് കശേരുക്കളും അതിൻ്റെ ഞരമ്പുകളൊക്കെ ആണെങ്കിലും ആ വേദനയെ നമ്മൾ അതിന് ചുറ്റോറമുള്ള മാംസപേശികളെ ശക്തിപ്പെടുത്തുന്നതിലൂടെ ഈ കശേരുക്കൾ ചെയ്തിരുന്ന ജോലി കുറച്ച് മാംസപേശികൾ ഷെയർ ചെയ്യുകയും അത് ഭാഗമായിട്ട് വേദനയ്ക്ക് കുറവുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് നമുക്കൊരു HOSC എന്ന് പറഞ്ഞൊരു കോഡ് വേർഡൊക്കെ നമുക്ക് അതിന് വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. H എന്ന് പറയുകയാണെങ്കിൽ ഹോട്ട് ഫെർമെൻറ്റേഷൻ, അതായത് നമ്മുടെ ചൂടുവെള്ളത്തിൽ നമ്മുടെ സാധാരണ നമ്മളെല്ലാവരും ചെയ്യുന്നത് പോലുള്ള കാര്യങ്ങൾ തന്നെ. ചൂടുവെള്ളത്തിൽ തുണി മുക്കിയിട്ട് ചൂട് പിടിക്കുന്നത് ഒരു നല്ല യൂസ്ഫുൾ ആയിരിക്കും. കാരണം അവിടെയുള്ള മസിൽസും എല്ലാം ഭയങ്കര റിലാക്സ് ആവാനും അതുവഴിയായിട്ട് ആ വേദന ഭയങ്കരമായിട്ട് കുറയാനുള്ള ചാൻസ് ഉണ്ട്. പിന്നീടുള്ള ഓയിൽ മസാജ്, അതായത് ഇപ്പോൾ നമ്മുടെ കുറേ നേരം തല കുഞ്ഞിട്ടിരുന്ന് നമുക്കൊരു ലാപ്ടോപ്പിൽ ജോലി ചെയ്തതിന് ശേഷം ആ മസിൽ ഒരു സ്പാസം എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് പോകുന്നൊരു സാഹചര്യത്തിൽ നമ്മളൊരു ചെറുതായിട്ട് ഈ ഹോട്ട് ഫെർമെൻറ്റേഷൻ കഴിഞ്ഞിട്ട് ഒരു ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ മസിൽസ് റിലാക്സ് ആവാനുള്ള ചാൻസ് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. S എന്ന് പറയുകയാണെങ്കിൽ സ്പ്രേ, അതായത് നമുക്കത് ഒരു ശക്തമായിട്ടുള്ളൊരു വേദന ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ഈ ഡൈക്ലോഫിനാക് പോലെയുള്ള സ്പ്രേ ചെയ്തുകൊണ്ട് നമുക്കത് കുറച്ച് മസിൽസിനെ റിലാക്സ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നീട് ഈ എന്ന് പറയുന്ന ഭാഗത്തിലേക്ക് വരുന്നത് എക്സസൈസുകൾ തന്നെയാണ്. എക്സസൈസുകൾ എന്ന് പറഞ്ഞാൽ റേഞ്ച് ഓഫ് മോഷൻ, അതായത് നെക്കിൻ്റെ മോഷൻ എന്ന് പറയുന്നത് മുന്നോട്ട് തല കുനിക്കുക, ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക, സൈഡിലേക്ക് ഫ്ലെക്ഷൻ ഉണ്ട്, പിന്നെ റൊട്ടേഷൻ ഉണ്ട്. അപ്പോൾ ഈ മൂവ്മെൻറ്റ്സിൻ്റെ എല്ലാം റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലും ആ റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ്സ് കംപ്ലീഷൻ്റെ അടുത്ത് വരുന്ന രീതിയിൽ റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ആ മാംസപേശികളൊക്കെ ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ വേദന, ഇപ്പോൾ കഴുത്ത്, പൊതുവേ ഈ എക്സസൈസിൻ്റെ ഒക്കെ ഒരു ഗുണമെന്ന് പറയുകയാണെങ്കിൽ ഒരു ബ്രെയിനിലേക്ക് സ്ഥിരമായിട്ട് ആ ഭാഗത്തു നിന്ന് വേദനയുടെ ഇമ്പൾസസ് മാത്രം വരുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ നോർമലായിട്ടുള്ള ലൈഫുമുണ്ട്. നോർമലായിട്ടുള്ള കഴുത്തിൻ്റെ മൂവ്മെൻറ്റ്സ്, കാലിൻ്റെ മൂവ്മെൻറ്റ്സ് ആയാലും അവിടെയെല്ലാം നോർമലായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ട് എന്നുകൂടി ബ്രെയിനിലേക്ക് എത്തുമ്പോൾ നമ്മുടെ പെയിൻ്റെ സിഗ്നൽസ് കംപ്രസ് ചെയ്യുകയും നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലേക്ക് ആ ശരീരഭാഗത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങൾ കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നോർമലി അവിടെയുള്ള മസിൽസിനെ എക്സസൈസ് കൊണ്ട് ഉണ്ടാക്കുന്ന ബെനിഫിറ്റിനോടൊപ്പം തന്നെ ബ്രെയിനിൽ രാസപ്രവർത്തനങ്ങളിലെ ചേഞ്ചസും ഈ എക്സസൈസ് വഴി ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സംസാരിച്ച വിഷയത്തെക്കുറിച്ചും ബാക്കി ശരീരത്തിൽ കാണുന്ന വേദന ഉൾപ്പെടുന്ന അസുഖങ്ങളെപ്പറ്റിയും അറിയുന്നതിന് വേണ്ടി താഴെയുള്ള ഫോൺ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്.